ബൈബിൾ പുസ്തകങ്ങളിൽ കൂടി ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവായ ദൈവം എപ്രകാരം അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ള പഠന പരമ്പരയുടെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യശ്രോതാക്കൾക്കും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിളിലെ മൂന്നാമത്തെ പുസ്തകമായ ലേവ്യ പുസ്തകത്തിൽ എപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിനെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവൻ സ്ത്രീയുടെ സന്തതി, പുറപ്പാട് പുസ്തകത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവസ്ഥനിൽ യാഗമായി തീർന്ന ദൈവത്തിൻ്റെ പെസഹ കുഞ്ഞാട്. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ മരുഭൂമിയിലേക്ക് കടന്നു വന്ന ഇസ്രായേൽ ജനത്തിന് ഒരാരാധന സംവിധാനം വലിയവനായ ദൈവം ഒരുക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവജനം ദൈവത്തോട് അടുത്ത് ചെന്ന് ദൈവത്തെ ആരാധിക്കേണ്ടതിന് ദൈവജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയ സമാഗമന കൂടാരം. സമാഗമന കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും ദൈവവും പരസ്പരം സമ്മേളിക്കുന്ന സ്ഥലം എന്നാണ് എൻ്റെ അർത്ഥം. ആ സമാഗമന കൂടാരത്തിൽ ഇസ്രായേലിന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളിൽപ്പെട്ട ലേവ്യ ഗോത്രത്തിലെ ഒരു പുരുഷനെ, അഹരോനെയും അവൻ്റെ മക്കളെയും പുരോഹിതന്മാരായി വിളിച്ച് വേർതിരിച്ചു. ഇസ്രായേലിന് എല്ലാ കാലത്തും ഒരു മഹാപുരോഹിതൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ മഹാപുരോഹിതൻ ഈ ജനത്തിൻ്റെ പാപത്തിനു വേണ്ടി സമാഗമന കൂടാരത്തിൽ ദൈവസന്നിധിയിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ആണ്ടിലൊരിക്കൽ നിൽക്കുകയും സർവ്വജനത്തിൻ്റെയും പാപത്തിന് പരിഹാരമായി പാപ പരിഹാര ബലി അർപ്പിക്കുകയും ജനത്തിനു ദൈവത്തോട് നിരപ്പിൻ്റെ ശുശ്രൂഷ നേടിക്കൊടുക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നു. ഈ മഹാപുരോഹിതനായിരിക്കുന്ന അഹരോൻ ഈ ലേവ്യ പുസ്തകത്തിൽ എപ്രകാരം കാണപ്പെടുന്നു, അതുപോലെ നമുക്ക് വേണ്ടി അതിശ്രേഷ്ഠതയുള്ള ഒരു മഹാപുരോഹിതനുണ്ട്. ആ മഹാപുരോഹിതൻ്റെ പേരാണ് കർത്താവായ യേശുക്രിസ്തു. എബ്രായ ലേഖനം അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ അപ്പോസ്തലൻ ഇപ്രകാരം പറയുകയാണ്: ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നവൻ, ആദ്യം ആ മഹാപുരോഹിതന്മാരെ പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടി യാഗവും വഴിപാടും അർപ്പിക്കുവാൻ ആവശ്യം ഇല്ലാത്തവൻ തന്നെ. പാപരഹിതനായി ലോകത്തിൽ ജനിച്ച് പാപരഹിതനായി ലോകത്തിൽ ജീവിച്ച് നിങ്ങൾ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് ലോകത്തോട് പരസ്യമായി ചോദിച്ചിട്ട് പാപരഹിതൻ എന്ന സമസ്ത ജനങ്ങളാലും സാക്ഷ്യം പ്രാപിച്ച കർത്താവായ യേശു നമുക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി ദൈവസ്ഥനിൽ തരികയും അതിശ്രേഷ്ഠതയുള്ള മഹാപുരോഹിതൻ എന്ന ദൈവത്താൽ സാക്ഷ്യം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ അഹരോനെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും പിന്നെ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും യാഗം അർപ്പിക്കേണ്ടവനായിരുന്നു അവൻ. എന്നാൽ ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി എന്നേക്കും യാഗം കഴിക്കുന്ന നിത്യ പുരോഹിതനായി തീർന്നിരിക്കുന്നു.